ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഹോട്ടൽ ഹൈസിന്തിലാണ് ഞങ്ങളിപ്പോഴും. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റാണ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ്. ഇവിടെ 5 സ്റ്റാർ ഹോട്ടലല്ലേ, അപ്പം പിന്നെ ഫുഡിൻ്റെ കാര്യമൊന്നും പറയാനില്ല. നമ്മുടെ എല്ലാ ടൈപ്പ് ബ്രേക്ക്ഫാസ്റ്റും ഇവിടെയുണ്ട്. നമുക്ക് എന്ത് വേണമെങ്കിലും എടുത്ത് കഴിക്കാൻ ഇഷ്ടമുള്ളത്. അപ്പോൾ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ കഴിക്കുകയാണ്. എൻജോയ് ചെയ്ത് എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ഞങ്ങളുടെ പ്ലാൻ എന്ന് പറയുന്നത് ഞങ്ങൾ കുതിര മാളിക പാലസ്, അതൊരു അടിപൊളി പാലസാണ്. അപ്പോൾ അതെല്ലാം കണ്ടിട്ട് ഞങ്ങൾ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് വന്നിട്ട് കുതിര മാളിക പാലസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളൊരു ഓട്ടോയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ട്രിവാൻഡ്രത്തൊക്കെ ഇറങ്ങിയാണ്. ഇനി പാലസിൽ ചെന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ കാണാം. കുതിരമാളിക കൊട്ടാരമാണിത്, കുതിരമാളിക പാലസിലേക്ക് നമ്മൾ പോവുകയാണ്. കുതിരമാളിക പാലസിന് പുറത്ത് വാഴകളൊക്കെ ഉണ്ട്. പിന്നെ ആർച്ച് സൈഡ് നമ്മൾ പാലസിലേക്ക് പോവുകയാണ്. ഇവിടെയാണ് നമ്മുടെ ഒരു മ്യൂസിയം ഉണ്ട്. പിന്നെ നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രം എല്ലാം അടുത്തടുത്താണ്. ഇവരൊക്കെ ഇവിടെ നേരത്തെ വന്നിട്ടുള്ളതാണ്. ഞങ്ങൾക്കിവിടെ കാണാൻ വേണ്ടി ഞങ്ങളിവിടെ വന്നതാണ്. ഇപ്പോൾ കുതിരമാളിക പാലസിൻ്റെ ഔട്ട്സൈഡ് ആണ് ഞങ്ങൾ കാണിക്കുന്നത്. കാരണം ഇൻസൈഡിൽ പിക്ചർ എടുക്കുന്നതിന് അവർ പറയുകയാണേ, ചില സ്ഥലങ്ങളിൽ എടുക്കാൻ പറ്റത്തില്ല. പിന്നെ ചില സ്ഥലങ്ങളിൽ എടുക്കാവുള്ളൂ, അതിന് 500 കൊടുക്കണം. പിന്നെ ഇൻസൈഡ് ഔട്ട്സൈഡ് എല്ലാം പിക്ചർ എടുക്കുന്നത് സെപ്പറേറ്റ് നമ്മൾ ഫോട്ടോഗ്രാഫിക്കും ടിക്കറ്റ് എടുക്കണം, കാണുന്നതിനും ടിക്കറ്റ് എടുക്കണം. അപ്പം ഞങ്ങൾ ഔട്ട്സൈഡ് പിക്ചർ എടുക്കുന്നുള്ളൂ, ഇൻസൈഡ് പിക്ചർ നമ്മൾ കാണിക്കുന്നില്ല. ഓഫീസ് റൂമാണ് ഇത്. അന്നത്തെ ഗസ്റ്റ് ഹൗസ് ആണ്. പിന്നെ എല്ലാ വർഷവും ഈ സെന്ററിലാണ് മ്യൂസിക് നടക്കുന്നത്. വെളിയിൽ ആൾക്കാരിരിക്കും. ഇവിടെയൊക്കെ ഇവര് ഓരോ തൂണിലും തടിയിലും വ്യത്യസ്തമായ ഡിസൈനാണ്. ഇത്ര മൂവിംഗ് ടൈപ്പാണ്. നിങ്ങൾക്ക് രണ്ടാമത്തെ ടിക്കറ്റ് ഉണ്ടെങ്കിൽ അതിലേ പോവാം. ഞങ്ങൾ ഒന്നേ എടുത്തു. ഓക്കെ, താങ്ക് യു. അങ്ങനെ ഞങ്ങള് കുതിരമാളിക പാലസ് മുഴുവൻ കണ്ടു ടയർഡായിടോന്ന് ഇരുന്ന് പോയി. ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറയാൻ ആൾക്കാരെല്ലാം വിട്ടുപോയി. ഞങ്ങൾ ടയർഡായിട്ട് ഇരുന്ന് പോയി. നല്ലൊരു ഗൈഡിനെ കിട്ടി. നല്ല ഗൈഡായിരുന്നു. പുള്ളിക്കാരുടെ പേരിലേക്ക് മറന്നുപോയി അല്ലേ. പിന്നെ നല്ല ഗൈഡായിരുന്നു, എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. അങ്ങനെ രാജാവിന്റെ കാലത്തെ രാജാവിന് യുദ്ധത്തിന്റെ പലതരത്തിലുള്ള വാളും പരിചയും ഗണ്ണും ഡച്ചുകാരെ കുളച്ചിൽ യുദ്ധത്തിൽ തോപ്പിച്ച അവിടെ പിടിച്ചെടുത്ത വലിയ ഗണ്ണും ഷിപ്പ് ഗൺ, അത് പിന്നെ രാജാവിന് ബ്രിട്ടീഷുകാർ ഗിഫ്റ്റ് കൊടുത്തതും അല്ല, രാജാവ് ബ്രിട്ടീഷുകാർക്കല്ലേ ഗിഫ്റ്റ് കൊടുത്തതും, അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ കണ്ടു. പിന്നെ കിളിവാതില്, അന്നത്തെ രാജ്ഞി രാജകുമാരിയൊക്കെ അകത്ത് നിന്ന് നോക്കുന്ന കിളിവാതിലുകളെ, അങ്ങനെ ഓയിൽ പെയിന്റുകളെ, അങ്ങനെ പണ്ടത്തെ രാജാക്കന്മാരെ 49 വരെ ഭരിച്ച 12 രാജാക്കന്മാർ, അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ ഞങ്ങൾ കണ്ടു. എല്ലാം നല്ലായിരുന്നു. കുതിരമാളിക കൊട്ടാരം നല്ല അടിപൊളിയായിരുന്നു. സ്ഫടിക ക്രിസ്റ്റൽ സിംഹാസനം കണ്ടു. രാജാവിന്റെ വേറെ ഒരു സിംഹാസനം കണ്ടു. പിന്നെ നർത്തകിമാരെല്ലാം ഡാൻസ് ചെയ്യുമ്പോൾ രാജാവ് വന്നവിടെ ഇരിക്കുന്നത്. പിന്നെ കോൺഫറൻസ് ഹാള് കണ്ടു, നൃത്ത മണ്ഡപം. പിന്നെ ഞങ്ങള് രാജാവിന് പല ഗിഫ്റ്റ് കൊടുത്ത ഗിഫ്റ്റുകൾ കണ്ടു. കോൺഫറൻസ് ഹാൾ പറഞ്ഞു. പിന്നെ നമ്മള് വേറെന്താ വേണ്ടേ,
ദന്തസിംഹാസനം, പിന്നെ പലതരത്തിലുള്ള ആനക്കൊമ്പ് കൊണ്ട് ഉണ്ടാക്കിയ ഓരോന്ന് പല ടൈപ്പിലുള്ള വിളക്കുകൾ. അയ്യോ, പിന്നെ മെഴുകുതിരി കാല്, നമ്മുടെ ക്യാൻഡിൽ സ്റ്റിക്ക്, പിന്നെ ബേബി എലിഫന്റിന്റെ കൊമ്പ് കൊണ്ടുണ്ടാക്കിയ വിളക്ക്, മെഴുകുതിരി കാലുകൾ, അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ ഞങ്ങൾ കണ്ടു. കടത്തരെല്ലാം വന്ന് കണ്ടോളും. പെരുമ്പറ കൊട്ടുന്ന ഡുണ്ടും പെരുമ്പറ കൊട്ടുന്ന സംഭവം പണ്ടത്തെ കാലത്ത് ആ സാധനം കണ്ടു. ഒത്തിരി സംഭവങ്ങൾ ഞങ്ങൾ കണ്ടു പണ്ടത്തെ കാലത്ത്. ആരും വെറുതെ അല്ല വന്നത്, നല്ലതായിരുന്നു. പിന്നെ നല്ല തണുപ്പുണ്ട് ഈ കൊട്ടാരത്തിനകത്ത്. അത് പ്രത്യേക ടൈപ്പ് ഏണ്ടൊക്കെ കൊണ്ടാ, ഈ ചുണ്ണാമ്പ് ഏണ്ടൊക്കെ കൊണ്ട് അവർ ഈ തറ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. എനിവേ ഈ തറയ്ക്ക് നല്ല തണുപ്പുണ്ട്. ഈ ചൂട് സമയത്ത് നല്ല പറ്റിയ സ്ഥലമായിരുന്നു. ഓരോ മുറിയും ഓരോ ടൈപ്പ് സീലിംഗ് ആണ്, സീലിംഗ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. അതിന്റെ സീലിംഗ് എന്ന് പറഞ്ഞാൽ ഓരോ റൂമിലും ഓരോ ടൈപ്പ് സീലിംഗ്, നല്ല ടൈപ്പ് കണ്ടു. പിന്നെ അവിടുത്തെ ഫർണിച്ചർ ഞങ്ങൾ കണ്ടു. ഫർണിച്ചർ കണ്ടില്ലേ? അത് മിക്ക ഫർണിച്ചറും ഒറ്റ തടി കൊണ്ട് പണിത ഫർണിച്ചറുകൾ. ചന്ദനം എല്ലാം കണ്ടു. പിന്നെ ശ്രീകൃഷ്ണൻ, ശ്രീരാമൻ, ഹനുമാൻ അവരെല്ലാരും പണിത് വെച്ചിരിക്കുന്നതാണ്. മരതകം. പിന്നെ ഞങ്ങള് ചന്ദനത്തെ പണിതിരിക്കുന്ന കണ്ടു. എല്ലാം കണ്ടു. ഒത്തിരി സംഭവങ്ങളുണ്ട് കാണാനായിട്ട്. ഇനി ഞങ്ങൾ അടുത്തായിട്ട് പോകാൻ പോകുന്നത് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലേക്ക് പോകണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര വെയിലാണ്. വെയിലിന്റെ കാഠിന്യം കുറയുന്നതനുസരിച്ച് അങ്ങോട്ട് പോകുന്നതായിരിക്കും. മൂത്ത ചേച്ചി ജെസ്സി, രണ്ടാമത്തെ ചേച്ചി ലത, അവരും കൂടെ കൂടിയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പിന്നെ മറ്റേ അമ്മക്കുട്ടി അപ്പക്കുട്ടനെ എല്ലാവർക്കും പരിചയമാണ്. കുഞ്ഞാപ്പിയും. ഇനി ഞങ്ങൾ കുഞ്ഞാപ്പിയെ കൊണ്ടുവന്നിട്ടില്ല, കാരണം ഞങ്ങൾ 3-4 ദിവസത്തേക്ക് വന്നതുകൊണ്ട് അവൾക്ക് അത്രയ്ക്കുള്ള ഹെൽത്ത് ഇല്ല. അവൾക്ക് വല്ല പനിയും പിടിക്കും. പിന്നെ സ്കൂൾ തുറക്കാറായതുകൊണ്ട് അവളെ കൊണ്ടുവന്നില്ല. അപ്പോൾ ഇപ്പോൾ ഭയങ്കര വെയിലായതുകൊണ്ട് ഞങ്ങൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഈവനിങ്ങിൽ പോകുന്നുള്ളൂ. അപ്പം ഞങ്ങൾ ഓർത്ത് പോത്തീസിൽ പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ ഷോപ്പിങ്ങിനായിട്ട് പോത്തീസിലേക്ക് പോവുകയാണ്. അപ്പോൾ ഗായ്സ്, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഞങ്ങൾ പോത്തീസിലേക്ക് ഷോപ്പിങ്ങിന് പോവുകയാണ്. പോത്തീസിൻ്റെ ഫ്രണ്ടിലെത്തി. അപ്പോൾ പോത്തീസിൽ പോയി നമുക്ക് കുറച്ച് ഷോപ്പിംഗ് ചെയ്തിട്ട് വരാം. നമ്മൾ പോത്തീസിൽ വന്നിരിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ട് പോത്തീസ് വരുന്നത്. വേറെ പോത്തീസ് പോയിട്ടുണ്ട്. ഞാൻ ചെന്നൈ പോത്തീസ് പോയിട്ടുണ്ട് US ഇൻ്റർവ്യൂവിന് പോയപ്പോൾ. അപ്പോൾ ഞങ്ങളിവിടെ കേരള സാരി കണ്ടേ, അപ്പോൾ ഇത് നോക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ നോക്കിയാണ്. പോത്തീസ് ഞങ്ങൾ സാരികൾ നോക്കിയാണ്, ഞങ്ങൾ നോക്കി വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ കാഞ്ചീപുരം സെക്ഷനിലെത്തിയിരിക്കുകയാണ്. ത്രെഡ് വർക്കിൻ്റെ കാഞ്ചീപുരം. അപ്പോൾ ഞങ്ങളിങ്ങനെ ഷോപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കുറച്ചൊക്കെ കിട്ടി. മേടിച്ചെല്ലാം പിന്നെ കാണിക്കാം. ഇവിടെ കുറച്ച് ഷോർട്ട്സൊക്കെ നോക്കുവാണ്. ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഹോട്ടലിൽ വന്നു. ഇപ്പോൾ ഞങ്ങളുടെ ലോഞ്ചിൽ കോഫി കുടിക്കാനായി വന്നിരിക്കുകയാണ്. ഹോട്ടലിൽ വന്ന് കോഫി കുടിച്ചിട്ട് ഇപ്പം രാത്രി 6 ഓൾമോസ്റ്റ് 7 o'clock ആയി. അപ്പം ഞങ്ങൾ ജയലക്ഷ്മിയിലോട്ട് പോവാണ്. ഇത് ഹോട്ടലിൻ്റെ അടുത്ത ജയലക്ഷ്മി. ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് ഷോപ്പിങ്ങിനായിട്ട്. ജയലക്ഷ്മിയിലെ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു റെസ്റ്റോറൻറ്റിൽ ഇരിക്കുകയാണ് ഫുഡ് കഴിക്കാൻ. ഞങ്ങൾ ഫുഡിന് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ്. നടന്ന് ഷോപ്പിംഗ് എല്ലാം ചെയ്ത് വെയിലത്തൂടെ തന്നെയാണ് ഞങ്ങൾ നടന്ന് ക്ഷീണിച്ചു പോയി. ഞങ്ങളിന്ന് പോത്തീസിലെല്ലാം പോയി, ആ പാലസിൽ പോയി, എല്ലാം പോയി ആകെ ടയർഡായി. കഴിച്ചിട്ട് ഹോട്ടലിൽ പോയി ഷവറൊക്കെ എടുത്ത് ഉറങ്ങാൻ പോവാം. വന്നു. ഇതാണ് ഞങ്ങളുടെ ഹോട്ടൽ. ഇവിടെ സെക്യൂരിറ്റി ഹെൽപ്പുണ്ട്.
ഇവിടെ ഇങ്ങനെ പാർട്ടിയൊക്കെ നടക്കുന്ന സ്ഥലമാണ്. ചേച്ചിയൊക്കെ ഇത് നടപ്പുണ്ട്. ക്വയറ്റ് ഏറിയ. ഇതൊക്കെ ഹോട്ടലിൻ്റെ ഫ്രണ്ട് സൈഡാണ്. അപ്പോൾ ഞങ്ങളത് കുളിച്ച് ഫ്രഷ് ആയതിനു ശേഷം ജയലക്ഷ്മി ഷോപ്പിംഗ് ചെയ്ത ഐറ്റംസ് മുഴുവനും നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഞങ്ങൾ 2 ഷോപ്പിംഗ് ആണ് നടത്തിയത്. ഒന്ന് പോത്തീസ് നടത്തി, ഒന്ന് ജയലക്ഷ്മി ചെയ്തു. എല്ലാ ഐറ്റംസും നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, നമ്മൾ പോത്തീസിൽ ഒരു വമ്പിച്ച ഷോപ്പിംഗ് ചെയ്തായിരുന്നു. നമ്മൾ കുതിരമാളിക പാലസ് കണ്ടു കഴിഞ്ഞ് പോത്തീസിലേക്കാണ് പോയത്. പോത്തീസ് കഴിഞ്ഞ് നമ്മൾ ജയലക്ഷ്മി പോയി. ജയലക്ഷ്മിയിൽ ഒരു ഓട്ടപ്രദർശനമായിരുന്നു. പെട്ടെന്നൊരു ഷോപ്പിംഗ് ചെയ്തു. അപ്പോൾ പോത്തീസ് ഞങ്ങൾ കുറേ സമയം നിന്നായിരുന്നു. അപ്പോൾ പോത്തീസിൽ ഇങ്ങനത്തെ 2-3 ബാഗ് ഞങ്ങൾ ഷോപ്പിംഗ് ചെയ്തു. അത് അവരുടെയൊക്കെ ചേച്ചിമാരുടെയൊക്കെ അവരൊക്കെ കൊണ്ടുപോയി. അപ്പോൾ എൻ്റെ കുറേ ഐറ്റംസ് ഞാൻ ഓൾറെഡി തയ്ക്കാനും കൊടുത്തു. അതൊക്കെ തയ്ച്ച് കിട്ടുമ്പോൾ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി ഇതിനകത്തുള്ളതൊക്കെ നമുക്കൊന്ന് നോക്കാം എന്തൊക്കെയാണ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്കിങ്ങനത്തെ ഞാനൊരു ഗൗൺ, ഇത് നമുക്കാണെങ്കിൽ ഇങ്ങനെ ടോപ്പാണ്. ഇത് നമുക്ക് ഗൗണായിട്ടും നമുക്ക് ചുരിദാറായിട്ട് യൂസ് ചെയ്യാം. നമുക്ക് തന്നെ ഒരു പാൻറ്റും ഒരു ടോപ്പും ഇട്ട് ചുരിദാറായിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഇങ്ങനെ ഗൗണായിട്ടും വെയർ ചെയ്യാം. അപ്പോൾ അടുത്തത് സെയിം മോഡൽ, ഒരു കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ. ഇങ്ങനത്തെ ഒരെണ്ണം സെയിം ഗൗണായിട്ടും ചുരിദാറായിട്ട് യൂസ് ചെയ്യാം. പിന്നെ കുറേ അണ്ടർ ഗാർമെൻറ്റ്സ് ഒക്കെ വാങ്ങിച്ചേ. പിന്നെ ഞാൻ ചുരിദാറിൻ്റെ സെറ്റ് വാങ്ങിച്ചായിരുന്നു. അതൊക്കെ നമ്മൾ ഓൾറെഡി തയ്ക്കാൻ കൊടുത്തേ. തയ്ച്ച് കിട്ടുമ്പോൾ കാണിക്കുന്നതായിരിക്കും. പിന്നെ ഞങ്ങളൊരു സാരി എടുത്തത്, അതെല്ലാം നമ്മൾ കൊടുത്തു ഓൾറെഡി. ബ്ലൗസ് തയ്ക്കാനൊക്കെ ആയിട്ട് കൊടുത്തു. അപ്പം നെക്സ്റ്റ് വൺ ഞാൻ തന്നെ ഇങ്ങനത്തെ നൈറ്റ് ഡ്രസ്സ് വാങ്ങിച്ചേ. മാത എന്താ പറയുക, കണ്ടപ്പോൾ രസം തോന്നി. ഇങ്ങനത്തെ ടോപ്പും ഇങ്ങനത്തെ പാൻറ്റും കൂടി ആയിട്ട് നൈറ്റ് ഡ്രസ്. അപ്പോൾ അടുത്തതും ഓൾമോസ്റ്റ് സെയിം ആണ്, കളർ ചേഞ്ച് ഉണ്ടെന്നേ ഉള്ളൂ. ഇങ്ങനത്തെ പാൻറ്റും ഇങ്ങനത്തെ ടോപ്പുമായിട്ട് ടോപ്പും ഇത് പിങ്ക് ഉണ്ടോ, ഇത് റെഡ്. ഇങ്ങനെ നമ്മൾ ഓരോ സെറ്റിൻ്റെ നൈറ്റ് ഡ്രസ്സ് വാങ്ങിച്ചു. ജയലക്ഷ്മി എന്തൊക്കെയാണ് ഷോപ്പിംഗ് ചെയ്തതെന്ന് നമുക്ക് നോക്കാവേ. ഞാനൊരു സോഫ്റ്റ് സിൽക്ക് ഒരു കാഞ്ചീപുരം സാരി, സോഫ്റ്റ് കാഞ്ചീപുരം സാരി വാങ്ങിച്ചേ. മസ്റ്റേർഡ് യെല്ലോ ആൻഡ് റെഡ്. ഞാൻ ഒത്തിരി നിവർക്കുന്നില്ല, നിവർത്ത് കഴിഞ്ഞാൽ അത് ചുളുങ്ങി പോകും. എനിക്ക് വലിയ ഇഷ്ടപ്പെട്ട കളറായിരുന്നു, എനിക്ക് കിട്ടി, ഞാൻ എടുത്തു. നല്ല സോഫ്റ്റാണ്. അടുത്ത സാരി ഇതാണ് അവിടെ നിന്ന് വാങ്ങിച്ചത്. അവരെന്തോ പറഞ്ഞായിരുന്നു ഇതിൻ്റെ പേര് കേട്ടോ, ഞാൻ സത്യത്തിൽ മറന്നുപോയി. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത്. ഇങ്ങനെയാണ് ബോഡി, അല്ല ഇത് മുന്താണി. ഇവിടെ ഇങ്ങനെ മുന്താണി വരും, ഈ വർക്ക്. എന്നിട്ട് ഈ വർക്കിൻ്റെ തന്നെ ഡോട്ടുള്ള ഈ ബൂട്ടാസ് ഉള്ള ബ്ലൗസ് പീസാണ്. പിന്നെ ബോഡി തന്നെ ഇങ്ങനെ പ്ലെയിൻ വരും. നൈസ് കളറല്ലേ. അപ്പോൾ ഇതിന് എന്തോ ഒരു പേര് അവർ പറഞ്ഞു കേട്ടോ, സത്യം പറഞ്ഞ ആ പേര് ഞാൻ മറന്നുപോയി. പിന്നെ ജയലക്ഷ്മിയിലെ ഞാൻ എൻ്റെ ഹസ്ബൻഡിന് കുറച്ച് ഷർട്ട് വാങ്ങിച്ചു. കാരണം ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ഈസ് കമ്മിങ് സൂൺ. അപ്പം ഞാൻ ഒന്നും നിവർക്കുന്നില്ല കേട്ടോ. അപ്പോൾ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് ഇരുന്നോട്ട് വാങ്ങിച്ചാണ് ഒരു പർപ്പിൾ ഷർട്ട്. അതേ കൂടി ഇങ്ങനെ ഡോട്ടുണ്ട് പർപ്പിൾ ഷർട്ട്. പിന്നെ നല്ലൊരു അടിപൊളി ഒരു ഗ്രീൻ ഷർട്ട്. പിന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ ഒരു ഷർട്ട്. ഇങ്ങനെ 3 ജയലക്ഷ്മി, 3 ഷർട്ട് ആൻഡ് 2 സാരീസ്. പിന്നെ ഞങ്ങൾ വേറെ സാരിയൊക്കെ എൻ്റെ ചേച്ചിയൊക്കെ വാങ്ങിച്ചായിരുന്നു. ഞാൻ ഇത്രയാണ് വാങ്ങിച്ചത്. ഞങ്ങൾക്ക് ഇത്രയും സമയം കിട്ടിയുള്ളൂ. പിന്നെ അവർ 8:30 ആകുമ്പോൾ ഷോപ്പ് അടയ്ക്കുമായിരുന്നു. അപ്പം ഞങ്ങൾ പെട്ടെന്ന് ഷോപ്പിംഗ് ചെയ്താണ് ഇത്രയും സംഭവം. അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. ജയലക്ഷ്മിയിൽ ഞങ്ങൾ പെട്ടെന്നൊരു ഷോപ്പിംഗ് ചെയ്തു. ഓൾമോസ്റ്റ് 1 hour അവിടെ നിന്നുള്ളൂ. കാരണം അതിനുള്ള ടൈമേ ഉള്ളായിരുന്നു. കാരണം അവർ 8:30 ആകുമ്പോൾ ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പെട്ടെന്നൊരു ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. എന്നിട്ട് ഞങ്ങൾ ഇതായിട്ട് പുറത്തു നിന്ന് ഫുഡും കഴിച്ചിട്ട് ഞങ്ങളിപ്പോൾ ഹോട്ടലിൽ വന്ന് കയറിയതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ അനന്തപുരി കുറച്ചൊക്കെ ഞാനിങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെയും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ എപ്പോഴും പറയുന്നത് തന്നെ ഷെയർ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ എന്നെ അറിയിക്കണം. അപ്പോൾ നാട്ടിലെ
അടിപൊളി വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക് യു. ടേക്ക് കെയർ. ബൈ.